Hello, Makals. Welcome to Future Powered by Gokulam Kunyingals. Muzi sir is here. മക്കളെ നമ്മൾ 7ാം ക്ലാസ്സിലെ എക്സാമിലേക്കുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ് ട്രയാങ്കിൾസ് ത്രികോണങ്ങൾ എന്നുള്ള ചാപ്റ്റർ. ആ ചാപ്റ്ററിന് ഷുവർ ആയിട്ടും ചോദിക്കുന്ന 2 ക്വസ്റ്റ്യൻ ഉണ്ട്. ആ 2 ക്വസ്റ്റ്യനും ഈ വീഡിയോയിലൂടെ സെറ്റ് ആക്കി തരാം. ആ 2 ക്വസ്റ്റ്യൻ ഏതാ നോക്കാം. മക്കളെ വളരെ സിമ്പിൾ ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഷുവർ ക്വസ്റ്റ്യൻ ആണ്, 100% ഷുവർ ക്വസ്റ്റ്യൻ ആണോ. എന്തായാലും ഈ ക്വസ്റ്റ്യൻ ചോദിക്കും. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, നോക്കിക്കോ. Which of the following can be the side of length of a triangle? അതായത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒരു ത്രികോണത്തിന്റെ വശങ്ങളുടെ അളവുകളാകാൻ സാധ്യതയുള്ള അളവുകൾ ഏതെല്ലാമാണ്? അപ്പൊ 1, 2, 3, 4 ഓപ്ഷൻ ഉണ്ട്. ഈ 4 ഓപ്ഷൻസിൽ ട്രയാങ്കിളിന്റെ അളവ് ആകാൻ സാധ്യതയുള്ളത് ഏതാണ് എന്നാണ് ചോദ്യം. അപ്പൊ നമുക്കറിയാം, ഒരു ട്രയാങ്കിളിന്റെ 3 അളവുകളുടെ പ്രത്യേകത നമ്മൾ കൃത്യമായിട്ട് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. എന്തായാലും എക്സാമിന് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കും. സോ നമ്മൾ ചെയ്യേണ്ട എന്താ, 3 വശങ്ങൾ ഉണ്ടല്ലോ, കൃത്യമായി പഠിച്ചു വെച്ചോ. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിലൂടെ ഒറ്റയ്ക്ക് ക്ലിയർ ആക്കിക്കോ. ശ്രദ്ധിച്ചോ മക്കളെ, 3 സൈഡ് ഉണ്ടല്ലോ ഒരു ട്രയാങ്കിൾ, 3 സൈഡ് ഉണ്ട്. ആ 3 സൈഡിൽ വലിയ സൈഡ് ഏതാണ് എന്ന് നോക്കുക. അത് ആദ്യം ഒന്ന് റൗണ്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പൊ നോക്ക് മക്കളെ, 8, 4, 3. അതിൽ വലിയ സൈഡ് ഏതാ? 8 ആണ് വലിയ സൈഡ്. അപ്പൊ അവനൊന്ന് റൗണ്ട് ചെയ്ത് വെക്കുക. ഈ 8 റൗണ്ട് ചെയ്ത് വെക്കുക. ബാക്കി 2 സൈഡ് കൂടെ ഒന്ന് കൂട്ടി നോക്കുക. ബാക്കി 2 സൈഡ് കൂട്ടുമ്പോ 4ഉം 3ഉം കൂട്ടി 4 + 3 ഈസ് ഈക്വൽ ടു 4 + 3 എത്രടാ? 4ഉം 3ഉം കൂട്ടിയാൽ ഈസ് ഈക്വൽ ടു 7 ആണ്. നമുക്ക് മനസ്സിലായിക്കോ, ആ കൂട്ടിയാൽ കിട്ടുന്ന വാല്യൂ നിർബന്ധമായിട്ടും ഈ വലിയ നമ്പറിനേക്കാൾ വലിയ സംഖ്യ ആയിരിക്കണം കിട്ടേണ്ടത്. റെഡിയാണല്ലോ? ഇതാണ് കോൺസെപ്റ്റ്. ഇവിടെ ചെറിയ നമ്പറാണ് കിട്ടിയത്. ഈ 3ാമത്തെ വലിയ നമ്പറിനേക്കാൾ ചെറുതാണ് ഇത് കൂട്ടിയപ്പോൾ കിട്ടിയത്. ഈ വാല്യൂസ് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റൂല? ഒരു ട്രയാങ്കിൾ വരക്കാൻ പറ്റൂല എന്ന് നമ്മൾ കൃത്യമായി പഠിച്ചിട്ടുണ്ട്. സോ ഈ 3 വാല്യൂ കൊണ്ട് ട്രയാങ്കിൾ വരക്കാൻ പറ്റൂല. റെഡിയാണോ? ഈ 3 വാല്യൂ കൊണ്ട് ഒരു ട്രയാങ്കിൾ ഉണ്ടാക്കാൻ കഴിയൂല. റെഡി? സോ നെക്സ്റ്റ് നോക്കിക്കോ, 6, 5, 8. നമുക്ക് ഇതിലെ വലിയ സൈഡ് ഒന്ന് റൗണ്ട് ചെയ്ത് വെക്കാം. ഏതാ വലിയ സൈഡ്? 6 ആണോ 5 ആണോ 8 ആണോ? 8 ആണ്. സോ 8 റൗണ്ട് ചെയ്ത് വെച്ചു. 8 റൗണ്ട് ചെയ്ത് വെച്ചു. ബാക്കി 2 സൈഡും കൂടെ കൂട്ടാൻ പോവാട്ടോ. നോക്ക് മക്കളെ, 6ഉം 5ഉം 6ഉം 5ഉം കൂട്ടി 6ഉം 5ഉം കൂട്ടിയാൽ എത്ര? 6 + 5 ഈസ് ഈക്വൽ ടു 11. 11 ആണ് കിട്ടിയത്. ആ 11 എന്ന് പറഞ്ഞാൽ ഈ 3ാമത്തെ സൈഡിനേക്കാൾ വലിയ സംഖ്യയല്ലേ 11. സോ ഇത് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? യെസ്, ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റും. യെസ്, അപ്പൊ ഇതാണ് നമ്മുടെ കോൺസെപ്റ്റ്. ഏറ്റവും വലിയ സൈഡ് എടുക്കുക. ആ വലിയ സൈഡിനേക്കാൾ കൂടുതലായിരിക്കണം ചെറിയ 2 സൈഡുകൾ കൂട്ടിയാൽ കിട്ടുന്ന സംഖ്യ. അങ്ങനെയുള്ള 3 സൈഡ്സ് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഒരു ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റുള്ളൂ. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ടോപ്പിക്. റെഡി ആണല്ലോ? യെസ്. സോ അപ്പൊ ഇത് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? യെസ്, ഒരു ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റും. മനസ്സിലായി? ഇനി ബാക്കിയുള്ള ഓപ്ഷൻസ് കൂടെ നോക്കുക. ഏതൊക്കെ വരയ്ക്കാൻ പറ്റും നോക്കണം കേട്ടോ. നോക്ക്, 10, 15, 4, 10, 15, 4. ഇതിൽ ഏറ്റവും വലിയ സൈഡ് ഏതാ? വലിയ സൈഡ് ഇതാ ഇവിടെ 15 ആണ്. ആ 15 റൗണ്ട് ചെയ്ത് വെച്ചു. ബാക്കി 2 സൈഡ് ഒന്ന് കൂട്ടി നോക്ക്. ബാക്കി 2 സൈഡ് ഏതാ? ഇവിടെ 10ഉം 4ഉം 10ഉം 4ഉം കൂട്ടിയാൽ 14 ആണ്. ആ 15നേക്കാൾ ചെറുതാണ് 14. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റൂല? ഇതുകൊണ്ട് വരക്കാൻ പറ്റൂല. റെഡിയാണോ? നമുക്ക് കൂട്ടി കിട്ടേണ്ടത് ആ വലിയ സൈഡിനേക്കാൾ വലിയ സംഖ്യയാണ് കിട്ടേണ്ടത്. അപ്പൊ ഇതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റൂല? ട്രയാങ്കിൾ വരയ്ക്കാൻ കഴിയൂല. ഇനി 4ാമത്തെ ഓപ്ഷൻ നോക്കാം. ഇവിടെ 12, 13, 26. ഏറ്റവും വലിയ സൈഡ് ഏതാ? 26 ആണ് വലിയ സൈഡ്. ബാക്കി 2 സൈഡ് കൂടെ കൂട്ടിയാൽ 12ഉം 13ഉം കൂട്ടാൻ പോവാണ്. 12 + 13. 12ഉം 13ഉം കൂട്ടിയാൽ 25 ആണ് കിട്ടുക. ആ 25നേക്കാൾ വലുതാണ് നമ്മളെ 26 എന്നുള്ള സംഖ്യ. അപ്പൊ ഇതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റൂല? ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റൂല. ക്ലിയർ ആണോടാ? യെസ്. സോ മകളെ, ഇത്ര പഠിച്ചാൽ മതി. നമുക്ക് ചെറിയ 2 സൈഡ് കൂട്ടിയാൽ കിട്ടുന്നതായിരിക്കണം ഏറ്റവും വലിയ സംഖ്യ. നമുക്ക് ഈ സൈഡിനേക്കാൾ വലുതായിരിക്കണം ഇവിടെ കിട്ടേണ്ടത്. പക്ഷേ 26നേക്കാൾ ചെറുതാണ് കിട്ടിയത്. അതുപോലെ 15നേക്കാൾ ചെറുതാണ് കിട്ടിയത്. ഇവിടെ നോക്ക്, 8നേക്കാൾ ചെറുതാണ് കിട്ടിയത്. ഇവിടെ മാത്രം 8നേക്കാൾ വലുത് 11 ആണ്. ഈ ചെറിയ സംഖ്യ കൂട്ടിയപ്പോ കിട്ടിയത്. സോ ഓപ്ഷൻ ബി ആണ് ആൻസർ. ഈ ബി എന്നുള്ള ഓപ്ഷൻ കൊണ്ട് മാത്രമേ ഒരു ട്രയാങ്കിൾ നമുക്ക് വരയ്ക്കാൻ സാധിക്കുകയുള്ളൂ. റെഡി ആണോ? മകളെ, ഷുവർ ക്വസ്റ്റ്യൻ ആട്ടോ. ഇമ്പോർട്ടന്റ് ആയി പഠിച്ചു വെച്ചോ. ഈ ക്വസ്റ്റ്യൻ എക്സാമിന് വന്നിട്ടില്ലെങ്കിൽ മൊട്ടാഹേ, ഷുവർ ആയിട്ട് വരും. സോ ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. അടുത്ത മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് ഈ ക്വസ്റ്റ്യൻ. ഇത് പഠിക്കാതെ പോകരുത്. സിമ്പിൾ ട്രിക്ക് പറഞ്ഞുതരാം. ക്വസ്റ്റ്യൻ വായിച്ചോ. ആദ്യം കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ പഠിക്കാം. നോക്കിക്കോട്ടോ. 2 sides of a triangle with integer sides lengths are 6 cm, 9 cm. അതായത് ഒരു ട്രയാങ്കിളിന്റെ 2 സൈഡ്സ് ഇന്റിജേഴ്സ് ആണ്. ആ 2 സൈഡ്സ്
6 സെന്റിമീറ്ററും 9 സെന്റിമീറ്ററുമാണ്. എന്താ ഇന്റിജേഴ്സ് എന്ന് പറഞ്ഞാൽ 6 9 1 2 3 മൈനസ് അതായത് 1 2 3 4 നാച്ചുറൽ നമ്പേഴ്സ് ആണ്. അതായത് എന്തില്ല ഡെസിമൽ വാല്യൂസോ അല്ലെങ്കിൽ പോയിന്റ് ഉള്ള വാല്യൂസോ അല്ലെങ്കിൽ ഫ്രാക്ഷൻസോ ഒന്നല്ല സൈഡ്സ്, ഇന്റിജറുകളാണ്, നാച്ചുറൽ നമ്പേഴ്സ് ആണ്. സൈഡിന്റെ ലെങ്ത് ഒരിക്കലും നെഗറ്റീവില് പറയില്ല, അതുകൊണ്ട് സാധാ നാച്ചുറൽ നമ്പേഴ്സ് ആണ്. അപ്പൊ ഏതൊക്കെയാണ്? 6ഉം 9ഉമാണ്. ഇനി വാട്ട് ആർ ദ പോസിബിൾ ലെങ്ത് ഫോർ എ തേർഡ് സൈഡ്? ഇതിനെ മൂന്നാമത്തെ വശമായി വരാൻ സാധിക്കുന്ന നമ്പറുകൾ ഏതെല്ലാമാണ് എന്നാണ് ചോദ്യം. അപ്പൊ ഒരു ത്രികോണത്തിന് ശ്രദ്ധിച്ചോ, മലയാളം കൂടി പറഞ്ഞുതരാം. വശങ്ങൾ പൂർണ്ണസംഖ്യകളായ ഒരു ത്രികോണത്തിന്റെ 2 വശങ്ങൾ 6 സെന്റിമീറ്ററും 9 സെന്റിമീറ്ററുമാണ്. മൂന്നാമത്തെ വശമാകാൻ സാധ്യതയുള്ള അളവുകൾ ഏതെല്ലാം എന്നാണ് ചോദ്യം. അപ്പൊ നോക്കിക്കോട്ടോ, ഒരു ത്രികോണം ഉണ്ട് നമ്മുടെ കയ്യിൽ. ആ ത്രികോണത്തിന്റെ 2 സൈഡ്സ്, ഒന്ന് 9 ആണ്, ഒന്ന് 6 ആണ്. മൂന്നാമത്തെ വശമായിട്ട് ഏതൊക്കെ സംഖ്യകൾ വരാം? ഏതും വരാം, പക്ഷെ ഏതൊക്കെ സംഖ്യകൾ വരാം എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പൊ എല്ലാം വരാൻ പറ്റൂല. 100 200 300 ഒന്നും വരാൻ കഴിയൂല. സോ സിമ്പിൾ ആയിട്ട് മനസ്സിലായിക്കോ എങ്ങനെയാണെന്ന്. കൃത്യമായിട്ട് പഠിച്ചോ. സിമ്പിൾ ട്രിക്ക് ഇത്രയേ ഉള്ളൂ. 9ഉമാണ് 2 വശങ്ങൾ തന്നത്. മൂന്നാമത്തെ വശം ഏതൊക്കെയാകാം എന്ന് ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ചെയ്യേണ്ട എന്താ അറിയോ? ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ട്രിക്ക് ആണ്. ഈ 9ഉം 6ഉം അങ്ങോട്ട് ആഡ് ചെയ്യാം. 9ഉം 6ഉം കൂട്ടുക. 9 + 6, 9ഉം 6ഉം കൂട്ടുക. അതുപോലെ തന്നെ ആ 9ഉം 6ഉം മൈനസ് ചെയ്യാം. 9ഉം 6ഉം മൈനസ് ചെയ്യാം. റെഡി? 9ഉം 6ഉം കൂട്ടുക, അതുപോലെ 9ഉം 6ഉം മൈനസ് ചെയ്യാം. 9ഉം 6ഉം കൂട്ടിയാൽ എത്രയാടാ? 15 ആണ്. 15 15 15. 9 6 കുറച്ചാൽ എത്ര? 3 ആണ്. 3 ആണ്. 3 3. റെഡി ആണല്ലോ? അപ്പൊ എന്റെ മക്കള് മനസ്സിലാക്കിക്കോ, മൂന്നാമത്തെ വശമായി വരാൻ സാധ്യതയുള്ള സംഖ്യകൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഈ 3ന്റെയും 15ന്റെയും ഇടയിലുള്ള എല്ലാ നമ്പറുകളുമാണ്. റെഡി ആണല്ലോ? 3ന്റെയും 15ന്റെയും ഇടയിലുള്ള നമ്പറുകൾ മാത്രമാണ് മൂന്നാമത്തെ വശമായി വരാൻ സാധിക്കുക. ഇതൊക്കെ കൃത്യമായിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ബാച്ചിൽ എടുത്തപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, സെറ്റ് ആക്കിയിട്ടുണ്ട്. സോ മക്കളെ, ഏതൊക്കെ നമ്പർ എന്ന് എഴുതിക്കോ. 3ന്റെ കഴിഞ്ഞാൽ 4 വരാം, 5 വരാം, 6 വരാം, 7 വരാം, 8 വരാം, 9 വരാം, 10 വരാം, 11 വരാം, നെക്സ്റ്റ് 12 വരാം, 12 വരാം, 12, 13 and 14. ഇത്രയും സംഖ്യകൾ വരാം. 15 വരാൻ പറ്റൂല ആൻഡ് 3 വരാൻ പറ്റൂല. ഇത്രയും സംഖ്യകൾ എന്ത് ചെയ്യാം? യെസ്, മൂന്നാമത്തെ വശമായിട്ട് വരാം. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. മക്കളെ, ഇതുപോലെ നമുക്ക് എക്സാമിന് വരാൻ സാധ്യതയുള്ള ഫുൾ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസുമായിട്ട് നമ്മൾ എക്സാമിന്റെ തലേന്ന്, അതായത് ഞായറാഴ്ച രാത്രി ലൈവിൽ വരുന്നുണ്ടായിരിക്കും. മാരത്തോൺ ലൈവുമായിട്ട് എല്ലാ ചാപ്റ്റേഴ്സിന്റെയും കംപ്ലീറ്റ് പ്രഡിക്ഷൻ ക്വസ്റ്റ്യൻസുമായിട്ട് സാർമാർ വരുന്നുണ്ടായിരിക്കും. ഞാൻ മാത്രമല്ല, AK സാറും അതുപോലെ തന്നെ ലത്തീഫ് സാറും ഉണ്ടായിരിക്കും. സോ കൃത്യസമയത്ത് തന്നെ ജോയിൻ ചെയ്ത് 7 മണിക്ക് ലൈവ് ഉണ്ടായിരിക്കും. ആൻഡ് എക്സാമിന്റെ രാവിലെ, തിങ്കളാഴ്ച രാവിലെ മോർണിംഗ് ബൂസ്റ്റർ ഉണ്ടായിരിക്കും. മോർണിംഗ് ബൂസ്റ്ററിൽ കൃത്യമായിട്ടും പ്രഡിക്ഷൻ ക്വസ്റ്റ്യൻസ് നമ്മൾ ഫുൾ ക്വസ്റ്റ്യൻ എക്സാം ഓറിയന്റഡ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ആ ലൈവിൽ വരെ സെറ്റ് ആക്കുക. സോ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഇനിയും വേണമെങ്കിൽ, ഇനി ഏതാ ചാപ്റ്റേഴ്സ് വേണ്ട എന്നുള്ളതൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യുക. ബൈ.